ഒരുപാട് വിവാദങ്ങൾ ചർച്ച ചെയ്തു പോയ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് പൂർത്തിയാകുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരള ജനത വിധിയെഴുതി. പാലക്കാട്ട് ഡീൽ മുതൽ വയനാടിലെ പുനരധിവാസം ഉൾപ്പെടെ തൃശ്ശൂരിലെ കിറ്റ് ഉൾപ്പെടെ അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തു. ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും NDAയും ഒക്കെ ഈ ചർച്ചയിൽ പങ്കാളികളാവുകയും ചെയ്തു. കേരളം എങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തുക ഈ മാസം 9-നാണ്. അതിനു മുമ്പ് വലിയ ചർച്ചകളിൽ പ്രധാനമായും എത്തിയത് ഏകദേശം 2 ആഴ്ചയിലധികം ചർച്ച നീണ്ടു നിന്നത് ഡീലായി. പ്രത്യേകിച്ചും പാലക്കാട് ഡീൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഡീൽ പ്രശ്നം വലിയ ചർച്ചയായി മാറി. അതായത് പാലക്കാട് BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി CPIM ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയും അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ആദ്യമായി UDFൻ്റെ ഏറ്റവും വലിയ തരത്തിലുള്ള ആരോപണം. തൊട്ടു പിന്നാലെ അത് പല മണ്ഡലങ്ങളിലേക്കും പടരുന്ന കാഴ്ചയും കണ്ടു. അത് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഡീൽ ആരോപണങ്ങൾ ഉയർന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്തെത്തിയപ്പോഴേക്കും SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് BJPക്ക് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടും കോൺഗ്രസിന് വിജയിക്കാൻ വേണ്ടിയാണെന്നും SDPIയുമായി വലിയ തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഇപ്പോൾ CPIM തുടരുന്നുവെന്നുമൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തി. അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു SDPIയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമായും കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് SDPI ബന്ധവും ജമാഅത്തെ ഇസ്ലാമി ബന്ധവും. ആ ചർച്ചകളും വലിയ തരത്തിൽ കേരള ജനത അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം ഏറ്റെടുത്തു. അത് ഏകദേശം കെട്ട് അടങ്ങിയപ്പോഴേക്കായിരുന്നു പുതിയ വിവാദം. മുണ്ടയ്ക്ക് ചൂരൽമലയുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു ഏറ്റവും വലിയ ചർച്ചയായത്. അതായത് പുനരധിവാസത്തിന് വേണ്ടി കോൺഗ്രസ് പിരിച്ച ഫണ്ട് ദുർവിനിയോഗം ചെയ്തു എന്നായിരുന്നു CPIMൻ്റെ ആരോപണം. ആ ആരോപണം എത്ര കണ്ട് ശക്തി പ്രാപിക്കുന്നോ അത്ര കണ്ട് അതിനെ മൃദുവാക്കാൻ വേണ്ടി കോൺഗ്രസും ശ്രമിച്ചു. അവർ കണക്കുകൾ നിരത്തിയും ഒപ്പം കിട്ടിയ എന്തുമാത്രം പൈസ കിട്ടിയെന്നുള്ള കാര്യമൊക്കെ വ്യക്തമാക്കാൻ KPCC അധ്യക്ഷൻ തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയും കണ്ടതാണ്. ഇതെല്ലാം അങ്ങനെ ഓരോ ചർച്ചകളായി നടക്കുന്നതിനിടയിലാണ് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായി കിറ്റ് എത്തുന്നത്. കിറ്റിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലും മണലൂരിലും 2 ഇടങ്ങളിൽ കിറ്റ് നൽകുന്നതിന് വേണ്ടി BJP തയ്യാറെടുക്കുന്നു എന്നുള്ളതായിരുന്നു പുതിയ ആരോപണമായി എത്തിയത്. അത് കിറ്റ് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തു. ആദ്യം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ കിറ്റ് വിതരണം ചെയ്തതിന് വേണ്ടി തയ്യാറാക്കിയിരുന്നു. അത് ചില ഉന്നതികൾ നൽകുകയായിരുന്നു ലക്ഷ്യം. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ LDFും UDFും അവിടേക്ക് എത്തുകയും ആ കിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുകയും അത് പിന്നീട് പോലീസിൻ്റെയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ മണലൂരിൽ വീണ്ടും ഈ വിവാദം ഉയരുന്നു. അതും വാടാനപ്പള്ളിയിൽ സാധാരണ ജനങ്ങൾക്ക് കിറ്റ് നൽകുന്നതിന് വേണ്ടി ഒരു ഗോഡൗണിൽ കിറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു പുതിയ ആരോപണം. ആ ആരോപണത്തിനിടയിൽ സിനിമാ നടനും BJP നേതാവുമായ ദേവൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നു. അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി പിന്നീട് മാറുകയും ചെയ്തു. നിലവിൽ ഇത്തരം വിവാദങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എന്തുമാത്രം സാധ്യതകൾ ഉണ്ടാകും അല്ലെങ്കിൽ എന്തുമാത്രം സാധ്യത അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് ചർച്ച ചെയ്ത് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും LDFന് 3ാം വട്ടവും ഭരണം നിലനിർത്തണം എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും LDF നീക്കിക്കൊണ്ടേ ഇരിക്കുന്നു. മാത്രവുമല്ല അവസാന നിമിഷം പോലും പ്രോഗ്രസ് റിപ്പോർട്ട് വരെ മുഖ്യമന്ത്രി പുറത്തുവിട്ടിരിക്കുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പിന്നീട് അവരെ രാഷ്ട്രീയപരമായ വലിയ തരത്തിലുള്ള വീഴ്ചയ്ക്ക് വഴിവെക്കുമെന്ന് UDFനറിയാം, കോൺഗ്രസിനറിയാം, മുസ്ലിം ലീഗിനും അറിയാം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വർദ്ധിപ്പിക്കണം. ആ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് BJPയുടെ മുതിർന്ന നേതാക്കന്മാർ, അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ 1 2 എത്ര പ്രാവശ്യം വന്നുപോയിരിക്കുന്നു. അമിത്ഷാ എത്തുന്നു, രാജ്നാഥ് സിംഗ് എത്തുന്നു. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാർ BJPയുടേതായി കേരളത്തിലെത്തുന്നു. അവർ വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുന്നു. BJPക്ക് ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും BJP നേതാക്കന്മാർ എത്തി വലിയ തരത്തിലുള്ള റോഡ് ഷോകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ ഇത്രയധികം തീക്ഷ്ണമായ ചർച്ചകൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിട്ടില്ല. ഇത്രയധികം നേതാക്കന്മാർ കേരളത്തിലേക്ക് വന്നിട്ടില്ല. കാരണം BJPയുടെ നേതാക്കന്മാർ കേരളത്തിലേക്ക് വന്നു പോകുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെത്തുന്നു. അവരും കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. എല്ലാവരും ഒരു വിഷയത്തിലാണ് ആദ്യഘട്ടത്തിലൊക്കെ ഊന്നൽ നൽകിയത്. അതായത് UDFും BJPയും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു. ആ ശബരിമല വിവാദം തുടക്കം മുതൽ അവസാനം വരെ വലിയ തരത്തിൽ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു ശ്രമം
കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, ഒപ്പം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടം വരെ ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയുണ്ടാക്കി ആ ചർച്ച കേരള രാഷ്ട്രീയത്തിലും വോട്ടിൻ്റെ പേരിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ നീക്കം. അത് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ ഏറ്റെടുക്കുന്ന കാഴ്ചയും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. അങ്ങനെ നിരവധിയായ വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതും ആ വിവാദങ്ങൾ വലിയ ചർച്ചകളായി മാറിയതും ആ ചർച്ചകൾ എത്ര കണ്ട് വോട്ടിനെ അല്ലെങ്കിൽ സംവിധായകരെ സ്വാധീനിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പിന്നീട് മാത്രമേ ചർച്ചയാകൂ എങ്കിൽ തന്നെയും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് സാമൂഹ്യ വിഷയങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത.